അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം നമ്മളിലേക്ക് സമാഗതമായി വരികയാണ്. ഇനി കുറച്ച് ദിവസങ്ങളെന്ന് പറയാനില്ല, കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ ഇനി അതിലേക്ക് ബാക്കിയുള്ളൂ. പവിത്രമായ റമളാൻ മാസം നമ്മളിലേക്ക് അടുക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അല്ലാഹു പവിത്രമാക്കപ്പെട്ട റമളാനിനെ നമ്മളിലേക്ക് അല്ലാഹു അടുപ്പിക്കുമാറാകട്ടെ. പവിത്രമാക്കപ്പെട്ട റമളാനിൽ ധാരാളം അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ റമളാന് നമ്മൾ എന്തൊക്കെയാണ് മുന്നൊരുക്കമായി ചെയ്യേണ്ടത്? എന്തെല്ലാമാണ് ഒരുങ്ങേണ്ടത്? എന്തുകൊണ്ടാണ് റമളാൻ നമ്മൾ സ്വീകരിക്കേണ്ടത്? എങ്ങനെയാണ് ആ റമളാൻ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് അതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പവിത്രമാക്കപ്പെട്ട ഒരു മജ്ലിസാണ് ഇന്നത്തെ മജ്ലിസ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പകർത്താനും അല്ലാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ മജ്ലിസ് കണ്ടുകൊണ്ട് അതിൻ്റെ അമലുകൾ സ്വീകരിച്ചുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ കൈവരിച്ച ആളുകൾ, നേട്ടങ്ങൾ കൊയ്തെടുത്ത ആളുകൾ. അല്ലാഹുവേ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ. ആമുഖങ്ങളൊന്നുമില്ല, കനിഷാ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇപ്പം സമയം നമ്മളടുത്ത് പരിമിതമാണ്. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തൊക്കെയാണോ കേൾക്കാനുള്ളത്, എന്തൊക്കെയാണോ പകർത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്ന് മജ്ലിസിൽ നിന്ന് പകർത്താം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനെയാണ് 200 കോടി മുസ്ലിങ്ങൾ, ലോകത്തിലുള്ള 200 കോടി മുസ്ലിങ്ങൾ അതിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്വാഗതം ചെയ്തത്? അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വശഅബാൻ വബല്ലിഅനാ. എങ്ങനെയാണ് നമ്മൾ സ്വാഗതം ചെയ്തത്? എങ്ങനെയാണ് സ്വാഗതം ചെയ്തത്? റമളാനിന് അല്ലാഹുവേ, കോട്ടങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, രോഗങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ അല്ലാഹുവേ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. 200-ലധികം കോടി മുസ്ലിം ഉമ്മത്ത് ദുആ ചെയ്ത ദുആയാണെന്ത്? റമളാൻ. ആ റമളാനാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ ആ റമളാനാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ റമളാനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ റമളാനിനെ സ്വാഗതം ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് അതാണ് ഇന്നത്തെ മജ്ലിസ്. അല്ലാഹുവേ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാ. ഇന്ന് പവിത്രമാക്കപ്പെട്ട ശഅബാൻ 28ആണ്. ഇന്ന് പവിത്രമാക്കപ്പെട്ട ശഅബാൻ 28ആണ്. വെള്ളിയാഴ്ച ദിനമാണ്. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിനം 28ആണ് ശഅബാൻ. നാളെ ശനിയാഴ്ച 29, മാർച്ച് 1 ശനിയാഴ്ച 29. നാളെ മഗ്‌രിബോടുകൂടി മാസം കാണുകയാണെങ്കിൽ പവിത്രമാക്കപ്പെട്ട റമളാൻ മാർച്ച് 2 ഞായറാഴ്ചയായിരിക്കും. എല്ലാ ശഅബാൻ 30 പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും റമളാൻ 1 വരിക. ശ്രദ്ധിച്ചോ, എല്ലാവർക്കും അതിൽ ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ ശനിയാഴ്ചയിൽ ഒന്നും അറിയാത്തവർ ശ്രദ്ധിച്ചോ. മാർച്ച് 1 ശനിയാഴ്ച, ശഅബാൻ 29ആണ്. മാർച്ച് 1 ശനിയാഴ്ച മഗ്‌രിബോടുകൂടി മാസം പിറക്കുകയാണെങ്കിൽ, മാസം കാണുകയാണെങ്കിൽ റമളാൻ 1 മാർച്ച് 2 ഞായറാഴ്ചയായിരിക്കും. അല്ല, ശഅബാൻ 30 പൂർത്തീകരിക്കുകയാണെങ്കിൽ
മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും 1. ഞായറും തിങ്കളും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ കൊല്ലത്തെ റമളാനിലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ, പ്രയാസങ്ങളൊന്നുമില്ലാതെ, പ്രതിസന്ധികളൊന്നുമില്ലാതെ അല്ലാഹുവേ നീ എത്തിക്കണേ അല്ലാഹ്. നീ എത്തിക്കണേ അല്ലാഹ്. ഈ റമളാനിലേക്ക് വരുന്ന സമയത്ത്, റമളാനിനെ സ്വാഗതം ചെയ്യാതെ മടങ്ങുന്ന ധാരാളം ആളുകളുണ്ട്, മരണപ്പെട്ടു പോകുന്നു. അല്ലാഹുവേ അത് ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെല്ലാം ദുആ ചെയ്ത് മഹാന്മാരായ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കള് 6 മാസം മുമ്പ് തന്നെ ദുആ ചെയ്യും. അല്ലാഹുവേ വബല്ലിഅനാ, ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട റമളാനിനെ. നമ്മളെപ്പോഴാണ് ദുആ ചെയ്യുന്നത്? റജബ് വരുമ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വശഅബാൻ വബല്ലിഅനാ റമളാൻ വഫഖ്നാ ഫീ ഹൈരിസ് സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിച്ച് നോമ്പെടുക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, ഖത്മുകൾ പൂർത്തീകരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരുടെ ദുആയാണ് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകാര്യമാക്കണേ അല്ലാഹ്. ധാരാളം എൻ്റെ മുത്തുമുഅ്മിനീങ്ങൾ ഓരോരോ മജ്ലിസ് മുടങ്ങാതെ വീക്ഷിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന എൻ്റെ സഹോദരി, എൻ്റെ സഹോദരന്മാർ, അല്ലാഹുവേ ഇവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ഏതു മജ്ലിസിൽ പോയാലും എൻ്റെ ദുആ നമ്മളെ സയ്യിദിയ മജ്ലിസ് കാണുന്നവർക്ക് വേണ്ടിയാണ്. എപ്പോഴും നമ്മൾ ദിക്റിന്റെ മജ്ലിസ് ഇടാറുണ്ട്. ഓരോരോ മജ്ലിസ് ഇന്നലെ ഇട്ട് അതിന് മുമ്പുള്ള ഓരോ ശഅബാനിലെ ദിക്റിന്റെ മജ്ലിസിൽ അതിൽ കൂട്ടമായിട്ടുള്ള ദുആ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, റമളാൻ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് റമളാനിനെ സ്വീകരിക്കുക? ഞാൻ 2-3 കാര്യങ്ങൾ കൊണ്ടാണ് റമളാനിനെ സ്വീകരിക്കുക എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മനുഷ്യനോട് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഞാൻ ചെയ്യൽ തൗബയെ അധികരിപ്പിക്കും. തൗബ കൊണ്ട് ഞാൻ റമളാനിനെ സ്വീകരിക്കും. ഇപ്പൊ റമളാൻ നമ്മൾ ഇങ്ങനെ സ്വീകരിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ദിവസങ്ങൾ എന്ന് പറയാനില്ല. ഇനി 28 ശഅബാൻ 28 പവിത്രമാക്കപ്പെട്ട റമളാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. നമ്മൾ നമ്മൾ കൊതിച്ചതല്ലേ എൻ്റെ മുത്തുമിനിങ്ങളെ, ആശിച്ചതല്ലേ റമളാനിൽ. ധാരാളം ആളുകൾ അതുപോലെ ആശിച്ചു പോയതാണ്. ഈ കൊല്ലത്തെ റമളാനിൽ പങ്കെടുക്കാൻ അവരിന്ന് എവിടെയാണ്? 6 അടി മണ്ണിലാണ് എൻ്റെ മുത്തുമിനിങ്ങളെ. അല്ലാഹുവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസ് കണ്ടിരുന്നവര്, റമളാനിനെ കൊതിച്ചിരുന്നവര്, നമ്മോടൊപ്പം റമളാനിനെ സ്വാഗതം ചെയ്യാനിരുന്നവര് ഇന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹ് നീ പൊറുക്കണേ അല്ലാഹ്. നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ കബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ആഗ്രഹിക്കുകയാണ് റമളാനിനെ സ്വാഗതം ചെയ്യാൻ. എങ്ങനെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വാഗതം ചെയ്യുന്നത്? തൗബയെ അധികരിപ്പിക്കുക, തൗബ കൊണ്ട് അധികരിപ്പിക്കുക. തൗബ ഇങ്ങനെ ചെയ്യാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നമുക്കിനി മണിക്കൂറുകൾ മാത്രമുള്ളൂ. തൗബ ചെയ്തോ റമളാൻ അങ്ങ് വരട്ടെ. അതിലുള്ള പുണ്യമാക്കപ്പെട്ട രാവുകൾ വരട്ടെ. 27-ാം രാവ് വരട്ടെ. റമളാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് വരട്ടെ. അന്ന് ഞാൻ കൂട്ടമായി തൗബ ചെയ്തോളാം. നീ നിൽക്കണ്ട, നീ അതിനെ വെയിറ്റ് ചെയ്യണ്ട. കാരണം റൂഹുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എന്നാണ് എപ്പോഴാണ് നിന്റെ അടുത്തേക്ക് തേടി വരിക എന്ന്, നിന്നെ തേടി വരിക എന്ന് നിനക്ക് പറയാൻ പറ്റൂല എൻ്റെ മുത്തുമിനീങ്ങളെ, നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് റമളാനിനെ സ്വാഗതം ചെയ്യേണ്ടത് തൗബ ചെയ്തിട്ടാണ്. നമ്മൾ നരച്ചുളിന്റെ കാര്യം പറഞ്ഞു.
നമ്മൾ നനച്ചുള്ളിന്റെ കാര്യം പറഞ്ഞു. വീട് മൊത്തം ശുദ്ധിയാക്കുക, വീട് ക്ലീനാക്കി തട്ടി വൃത്തിയാക്കി നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളെ ഹൃദയങ്ങൾ ആര് ശുദ്ധിയാക്കും? നമ്മളെ ഹൃദയങ്ങൾ ആര് ശുദ്ധീകരിക്കും? എൻ്റെ മുത്തുമിനീങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കണം. എങ്ങനെ? തൗബ ചെയ്തുകൊണ്ട്. മലീനസമായ നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ, മറ്റുള്ളവനെ കുറ്റം പറഞ്ഞ, മറ്റുള്ളവനെ ഏഷണി പറഞ്ഞ, പരദൂഷണം പറഞ്ഞ, പരിഹസിച്ച, അസൂയപ്പെട്ട, കിബ്റും അസദുമുള്ള നമ്മുടെ ശരീരമില്ലേ, നമ്മുടെ ഹൃദയമില്ലേ, അതിനെ ആര് ശുദ്ധീകരിക്കും? ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്തുകൊണ്ട് നമ്മളെ മലീനസമായ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. മുഅ്മിനീങ്ങളെ, തൗബ ചെയ്തുകൊണ്ട് ശുദ്ധീകരിക്കണം. ധാരാളമായി തൗബ ചെയ്യണം. റമളാൻ നമ്മളിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തൗബ ചെയ്യണം. നമുക്ക് ധാരാളം ഉദ്ദേശങ്ങളുണ്ട്, ധാരാളം മുറാദുകളുണ്ട്. ഇതൊക്കെ ഹാസിലാവണം. റമളാനിൽ ധാരാളം ഇബാദത്ത് ചെയ്ത്, ധാരാളം ദിക്റുകൾ ചൊല്ലി, ധാരാളം ഖത്മുകൾ പൂർത്തീകരിച്ച് നമുക്ക് അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് നമ്മളെ ദുആനെ സ്വീകരിക്കണം. റമളാൻ ഒന്നാം രാവ് ഏറ്റവും മഹത്വമുള്ള രാവാണ്. മഹാന്മാരായ ആലിമീങ്ങൾ പറഞ്ഞതാണ്, ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവ് റമളാൻ 1 രാവാണ്. അതാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ രാവെടുക്കുമ്പോഴേക്കും, റമളാൻ പിറക്കുമ്പോഴേക്കും നമ്മൾ തൗബ ചെയ്യണം. ധാരാളമായി തൗബ ചെയ്യണം. മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ നമ്മളെ സയ്യിദിയൻ കുടുംബത്തിലുള്ള ധാരാളം ആളുകൾ തൗബ ചെയ്തു. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തൗബ ചെയ്തവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തൗബ നീ ചെയ്തോ, തൗബ ചെയ്തവന് തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അതുപോലെയുള്ള മനസ്സുമായി നമ്മൾ റമളാനിനെ സ്വീകരിക്കണം. ഒരു ഉമ്മവറ്റ കൽബ് പോലെ റമളാൻ നമ്മൾ വരവേൽക്കണം. എൻ്റെ മുഅ്മിനീങ്ങളെ, എന്നാലുള്ളൂ റമളാൻ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളില്ലേ, റമളാൻ നമ്മൾ ഓതുന്ന ഖത്മുകളില്ലേ, റമളാൻ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളില്ലേ, സ്വലാത്തുകളില്ലേ, അല്ലാഹു സ്വീകരിക്കണ്ടേ, അല്ലാഹു അത് കബൂൽ ചെയ്യണ്ടേ. ഇൻഷാ അല്ലാഹ് നീ തൗബ ചെയ്തോ. ധാരാളം തെറ്റുകളില്ലേ, ധാരാളം തെറ്റുകൾ ചെയ്തവരില്ലേ. തൗബ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെയ്യലാണ്, നമ്മളെ പാപമോചനം തേടലാണ്. പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ തേടലാണ് തൗബ. അതുകൊണ്ട് ധാരാളം തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മളെ ജീവിതത്തിൽ വന്നു പോയവരല്ലേ. ഇൻഷാ അല്ലാഹ് നീ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. അല്ലാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. എത്ര തിന്മ ചെയ്താലും നന്മയുള്ള മനുഷ്യരില്ലേ, അല്ലാഹു അവരെ സ്വീകരിക്കുക തന്നെ ചെയ്യും. എത്ര തിന്മ ചെയ്താലും, എത്ര തിന്മകൾ നമ്മൾക്ക് വന്നു പോയാലും തൗബ ചെയ്തുകൊണ്ട് നന്മയുള്ള മനസ്സുകളായാൽ, നന്മയുള്ള മനുഷ്യനായി കഴിഞ്ഞാൽ അല്ലാഹു അവരെ സ്വീകരിക്കുക തന്നെ ചെയ്യും. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിനും അല്ലാഹു നന്മ കാണുന്നുണ്ട്. അതോടുകൂടെ ഹക്ക് കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ റമളാനിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്ന സമയത്ത്, റമളാനിനെ വരവേൽക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ട് ദിക്റുകളാണ്, രണ്ട് തൗബയുടെ 2 വചനങ്ങളാണ്, ദിക്റുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക്
ഹൃദയങ്ങളെ മനീനസമായ ഹൃദയങ്ങളില്ലേ അതിനെ ശുദ്ധീകരിക്കാൻ ഈ രണ്ട് ദിക്റുകൾ നമുക്ക് പ്രാവർത്തികമാക്കാം. തൗബയുടെ വചനമായിട്ട് ഈ രണ്ട് ദിക്റുകളെ പ്രാവർത്തികമാക്കാം. അതുപോലെ ധാരാളം ദുആകൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്റുകള് തൗബയുടെ വചനങ്ങളായ ദിക്റുകള്, തൗബയുടെ വചനങ്ങളായ ദുആകള് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് പഠിക്കാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിക്റുകൾ ഇങ്ങനെ അധികരിപ്പിച്ചാൽ, ഈ ദുആകൾ ഇങ്ങനെ അധികരിപ്പിച്ചാൽ നമ്മൾ ചെയ്ത തെറ്റുകളില്ലേ, അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങള് അല്ലാഹു പൊറുക്കും. അല്ലാഹു അത് പൊറുത്തുകൊണ്ട് റമളാനെ ഹൈറായ രീതിയിൽ നിനക്ക് സ്വാഗതം ചെയ്യാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. രോഗങ്ങളില്ലാത്ത ചില ആളുകൾക്കുണ്ട് റമളാൻ റമളാൻ നമ്മളിങ്ങനെ റമളാനെ സ്വാഗതം ചെയ്യും. റമളാൻ എത്തിക്കഴിഞ്ഞാൽ ക്ഷീണമായി നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അല്ലാഹുവേ അതിൽ നിന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. റമളാൻ 30 അല്ലാഹുവേ നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യം, ആഫിയത്ത് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതാണ് വേണ്ടത്. അതിനാരെങ്കിലും നമ്മൾ ദുആ ചെയ്തോ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എത്തിയിട്ട് ഭയങ്കരമായ ചൂടാണ്, മാർച്ച് മാസമാണ്, നല്ല കഠിനമായ ചൂടാണ്, കഠിനമായ ചൂടാണ്. മറ്റുള്ള മാസങ്ങൾ ഡിസംബറിലാണ് റമളാൻ വരുന്നെങ്കിൽ തണുപ്പുണ്ടാകും, മഴ ഉണ്ടാകും, എല്ലാം കൊണ്ട് റാഹത്താണ്, ക്ലൈമറ്റ് റാഹത്താണ്. അപ്പൊ നോമ്പ് പിടിക്കുന്നതിനേക്കാളും കൂലി അല്ലാഹു ഈ മാസത്തിൽ നമ്മളെന്താണ് പ്രയാസം അനുഭവിച്ചുകൊണ്ട്, ചൂടനുഭവിച്ചുകൊണ്ട്, എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണം. അല്ലാഹുവേ അതിനുള്ള കൂലി, തക്കതായ പ്രതിഫലം അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിൽ റമളാൻ എത്തിക്കൊണ്ട് നോമ്പ് പിടിക്കാൻ ക്ഷീണമായി പ്രയാസമായ ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അതിന് വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യുന്നത്. ഈ പറയുന്ന ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ധാരാളമായി ചൊല്ലുന്നത് നമുക്ക് പ്രയാസമില്ലാതെ വലിയ ഉഷാറായിട്ട് രോഗങ്ങളില്ലാതെ ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ നോമ്പ് പിടിക്കാൻ നീ ഭാഗ്യം അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ ദീനിൽ നീ അടിയുറപ്പിക്കണേ അല്ലാഹ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമ്മൾ വലിയ ആളുകളാണ്, എനിക്ക് പണമുണ്ട്, എനിക്ക് സമ്പാദ്യമുണ്ട്, ഒന്നും നമ്മൾ തോന്നരുത്. അല്ലാഹുവേ ഈ ദിക്റിനെയാണ്, ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് പ്രാവർത്തികമാക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ദിക്റാണ്. അല്ലാഹുവേ എൻ്റെ ഹൃദയങ്ങളെ ദീനിന്റെ മേൽ നീ അടിയുറപ്പിക്കണേ അല്ലാഹ്. പിയച്ചു പോകുന്ന രൂപത്തിൽ, വഴിതെറ്റിപ്പോകുന്ന രൂപത്തിൽ, അതിലേക്കല്ലാതെ രീതിയിൽ സഞ്ചരിക്കുന്ന രൂപത്തിൽ അല്ലാഹ് ഞങ്ങളെ നീ ആക്കല്ലേ അല്ലാഹ്. ദീനിൽ നീ അടിയുറപ്പിക്കണേ അല്ലാഹ്. ദീനിൽ നീ അടിയുറപ്പിക്കണേ അല്ലാഹ്. ദീനിൽ നീ അടിയുറപ്പിക്കണേ അല്ലാഹ്. ഈ ഒരു വിശ്വാസത്തോടുകൂടി, ഈ ഒരു ആർജവത്തോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ റമളാനിനെ വരവേൽക്കണം. യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്ന അല്ലാഹ്, നിന്റെ ഇബാദത്തിലായി, നിന്റെ ത്വാഅത്തിലായി ഞങ്ങളെ ഹൃദയങ്ങളെ നീ തിരിക്കണേ റബ്ബേ. യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. നിന്റെ ത്വാഅത്തിലായി നീ തിരിക്കണേ അല്ലാഹ്. നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിലേക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരിക്കണേ അല്ലാഹ്. ഈ രണ്ട് ദുആ നമ്മൾ മറന്നു പോകരുത്. റമളാൻ അടുക്കുന്ന സമയത്ത്
സമയത്ത് ധാരാളമായി ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. അതുമാത്രമല്ല എൻ്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് പഠിക്കാം ഈ ഒരു വചനം, തൗബയുടെ വചനം, ഈ ഒരു തൗബയുടെ ദുആ നമുക്ക് പഠിക്കണ്ടേ. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ ഒരു 3 പ്രാവശ്യം ഇനിയുള്ള നിമിഷങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ ചൊല്ലണേ, നമ്മൾ ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ വൻപാപങ്ങള്, ചെറുപാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ, നീ പൊറുത്ത് മാപ്പാക്കി നൽകണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ ആണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ ആണ്. ഈ ദുആഇന് ഇൻഷാ അല്ലാഹ് ഒരു തൗബയുടെ വചനമായി ധാരാളമായി ഈ വരുന്ന നിമിഷങ്ങളിൽ, ഈ വരുന്ന മണിക്കൂറുകളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കണേ. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ദുആ ചെയ്യ്. നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മളെ ഹൃദയമായ മനീനസമായ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ എൻ്റെ കൂടെ നിങ്ങൾ ദുആ ചെയ്യ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതായി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ തൗബയുടെ വചനം നമുക്ക് ഏറ്റുപറയാം. എന്താണ് ആ വചനം? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ വചനം എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അർഹമർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളുടെ മേൽ വന്നു പോയ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുത്ത് മാപ്പാക്കി നൽകണേ അല്ലാഹ്. അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹ് റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. വബല്ലിഅനാ റമളാനിൽ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഈ റമളാനിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ശഅബാൻ ഒടുക്കത്തെ ശഅബാനാക്കി ഞങ്ങൾ നീ മാറ്റല്ലേ അല്ലാഹ്, നീ മാറ്റല്ലേ അല്ലാഹ്. ഇനിയും ശഅബാനിൽ പങ്കെടുക്കാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും ധാരാളം അമലുകൾ ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇനിയും റമളാനിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒന്നാമത്തത് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ. രണ്ടാമത്തത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ തൗബയുടെ വചനം. മൂന്നാമത്തത് ഇൻഷാ അല്ലാഹ് നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണേ. ഏതാണ് ഇസ്തിഗ്ഫാർ? നമുക്ക് ധാരാളം ഇസ്തിഗ്ഫാറുകൾ അറിയാമല്ലോ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പറഞ്ഞതാണ് അതിന്റെ മഹത്വങ്ങൾ. അത് അധികരിപ്പിക്കാം. അല്ലെങ്കിലോ ഇൻഷാ അല്ലാഹ് അതും അറിയാത്തവർ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എൻ്റെ കൂടെ നിങ്ങൾ ഈ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്ക്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അല്ലാഹു പുറത്തു നൽകുന്നവനാണ്. അല്ലാഹ്
ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. നീ പൊറുക്കലിന് ഇഷ്ടപ്പെടുന്നവനാണല്ലോ അല്ലാ. ഞങ്ങൾ വന്നുപോയ ചെറുപാപങ്ങള് വൻപാപങ്ങള് നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ സാഹചര്യത്തിന്റെ മൂലം തെറ്റുകൾ വന്നു പോയവരാണ് അല്ലാ. സാഹചര്യം ഒരുങ്ങിയപ്പോൾ അല്ലാ എന്നെ ഓർത്തില്ല അല്ലാ, ഞങ്ങൾ മറ്റൊന്നും ഓർത്തില്ല അല്ലാ. ഞങ്ങൾ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ നീ പൊറുക്കണേ അല്ലാ, നീ മാപ്പ് നൽകണേ അല്ലാ. റമളാനിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പൂക്കാലമാണല്ലോ അല്ലാ, ധാരാളം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ തെറ്റുകളെ നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ, നീ പുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാ ഞങ്ങളെ തൗബകളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഈ ദുആകൾ ചൊല്ലി ഈ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി ഈ ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മളെ ഹൃദയങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇനി മിനിറ്റുകളും മണിക്കൂറുകളും മിനിറ്റുകളും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അല്ലാഹുവേ 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 ഞങ്ങളിലേക്ക് റമളാനിന് ഒരു കോട്ടമില്ലാതെ ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നീ അടുപ്പിക്കണേ അല്ലാ. അതിനാണ് ഞങ്ങൾ ഇത്രയും കാലം ഇത്രയും മാസങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾ ഒടുക്കത്തെ റമളാനാക്കല്ല അല്ലാ, അവസാനത്തെ റമളാനാക്കല്ല അല്ലാ. ഇനിയും റമളാനിൽ ചേരാനും ധാരാളം അമലുകൾ ചെയ്യാനല്ല ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ എപ്പോഴും പറയുന്നത് പോലെ ധാരാളം ആളുകളാണ് ഞങ്ങൾ മജ്ലിസിലേക്ക് ബന്ധപ്പെടുന്നത്. തങ്ങളെ റമളാനിലുണ്ടോ, അതാണ് ചോദ്യം. റമളാനിലുണ്ടോ, റമളാനിൽ തങ്ങൾ ഇരിക്കുന്നുണ്ടോ, ഇനി എന്നാണ് തങ്ങൾ ഇരിക്കുന്നത്, കൺസൾട്ടിങ്ങിനായി ഇരിക്കുന്നത്. ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളും നമ്മളുമായി ബന്ധപ്പെടുന്നത്. പല ജാതി പ്രയാസങ്ങൾ, പല ജാതി ബുദ്ധിമുട്ടുകൾ, പല ഇടങ്ങേറുകൾ, വീട് സംബന്ധമായി, ഭൂമി സംബന്ധമായി, പൈശാചിക സംബന്ധമായി, വിവാഹ തടസ്സങ്ങള്, ജോലി തടസ്സങ്ങള്, അങ്ങനെയുള്ള സകലമായ ഇത്തരം മേഖലകളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മളുമായി ബന്ധപ്പെടാറുണ്ട്. അവർ ചോദിക്കുന്നത് തങ്ങളെ ഇനി നേരിട്ട് കാണാനായിരുന്നു, ഇത്തരം പ്രയാസങ്ങളുണ്ട്, ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, നേരിട്ട് വന്നുകൊണ്ട് കൺസൾട്ടിങ് ചെയ്യാനായിരുന്നു. എന്നാണ് തങ്ങൾ ഇനി വീട്ടിലുണ്ടാകുക? ഇൻഷാ അല്ലാഹ് ഇനി വീട്ടിൽ ശനിയാഴ്ച മാർച്ച് 1-ാം തീയതി ശനിയാഴ്ച, അത് റജബ്, അത് ശഅബാൻ 29 അന്ന് ശഅബാൻ 29 മാർച്ച് 1 അന്ന് ഇൻഷാ അല്ലാഹ് വീട്ടിൽ കൺസൾട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിറ്റത്തെ തിങ്കളാഴ്ച ഉണ്ടാവില്ല. 3 നോമ്പ് കഴിഞ്ഞ്, 3 നോമ്പ് തലോമ്പ് 3 കഴിഞ്ഞിട്ടായിരിക്കും ഇനി വീട്ടിൽ കൺസൾട്ടിങ്. എല്ലാ നോമ്പിലും എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ച ഉണ്ടാവും. വരുന്നവർക്ക് 3 മണി വരെയാണ് സമയമുള്ള, അസർ വരെ ഉണ്ടാവുള്ളൂ, 3 മണി വരെ ഉണ്ടാവുള്ളൂ. ആ സമയത്തുള്ളിൽ അർജന്റുള്ള ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് വരാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സകലമാന പ്രയാസം അല്ലാഹ് നീ മാറ്റി ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എപ്പോഴും നമ്മളെ ദിക്റിൻ്റെ ദുആഇൻ്റെ മജ്ലിസ് ഉണ്ട്, മറന്നു പോകരുത്, ഇരിക്കാൻ മറന്നു പോകരുത്. എപ്പോഴും ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ട ഈ ശഅബാനിൽ ചൊല്ലേണ്ട ദിക്റുകളാണ് നമ്മൾ ആ മജ്ലിസിൽ പറയുന്നത്. റമളാനിൽ സ്പെഷ്യൽ ദിക്റുകളും സ്പെഷ്യൽ മജ്ലിസും ഉണ്ടാവും, അതിലും പങ്കെടുക്കണം. ഇങ്ങനെയുള്ള മജ്ലിസുകൾ, ഇങ്ങനെ അമല് പറയുന്ന മജ്ലിസ് അത് വേറെ തന്നെ ഉണ്ടാവും. എല്ലാ മജ്ലിസിലും എല്ലാവരും പങ്കെടുക്കുക. നമ്മളെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നേടിയെടുക്കുക, നമ്മളെ മുറാദുകൾ, നമ്മളെ ഉദ്ദേശങ്ങൾ അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കുക. എപ്പോഴും മജ്ലിസിൽ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചൊല്ലുമ്പോൾ അപ്പം നമുക്ക് ചില സമയത്ത് നമ്മളിങ്ങനെ കെടുന്നിങ്ങനെ തിരിയണ സമയത്തായിരിക്കും
ഏതെങ്കിലും മാർഗത്തിൽ നമുക്ക് ആ കാര്യം അടുത്ത് കിട്ടല്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അടുത്ത് കിട്ടല്. അതെന്തായിരിക്കും? നിങ്ങളുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചൊല്ലിയതിൻ്റെ ഒരു ആ ദിക്റിൻ്റെ ഒരു ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ടും നമ്മൾ ചൊല്ലിയതിൻ്റെ ഒരു ഗുണമാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മളിലേക്ക് ആ കാര്യങ്ങൾ അടുക്കുന്നത്, നമ്മളെ മുറാദുകൾ ഹാസിലാകുന്നത്. ചിലർ പറയാണ്ട് ഞാൻ പോലും ഉദ്ദേശിച്ചിട്ടില്ല ആ കാര്യം റെഡിയാവുമെന്ന്. അത് റെഡിയാവുന്നത് എന്താണ്? നമ്മൾ ഇത്ര മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയത് കൊണ്ടാണ് മുഅ്മിനീങ്ങളെ നമ്മളെ കാര്യങ്ങൾ റെഡിയാവുന്നത്. മല പോലെ വരുന്ന പ്രയാസം മഞ്ഞുപോലെ അള്ളാഹു ദൂരീകരിക്കുന്നത്. അള്ളാഹുവേ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു മജ്ലിസിൽ നമുക്ക് കാണാം. അള്ളാഹു തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹു തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.